എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഉറക്കത്തിൽ കിടന്നു ഭയങ്കരമായ ഒരു സൗണ്ട് കേട്ടു. അങ്ങനെ ഞാൻ ഭയങ്കര സൗണ്ട് വന്നാൽ അത്രയ്ക്ക് ഒരു ബോംബ് പൊട്ടുന്ന സൗണ്ടായിരുന്നു കേട്ടു. അപ്പം ഞാനങ്ങ് എൻ്റെ ഒരു കൂട്ടുകാരനെ അപ്പോൾ ഉറക്കത്തിൽ നിന്ന് ചാടി ഞെട്ടി എഴുതിച്ചിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചപ്പോൾ പറഞ്ഞു ആക്സിഡൻ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ആരുമില്ല, ഞങ്ങൾ 2-3 പേര് ശ്രമിച്ചിട്ട് നടക്കില്ല എന്ന്. അങ്ങ് പുകയും ആളി പടരുന്ന പുക, തുറക്കാനോ ഒന്നിനും എടുക്കാനോ ഒന്നിനും പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഓടുന്ന പെട്ടെന്ന് വണ്ടി എടുത്ത് റോഡിൽ ചെല്ലുമ്പോഴത്തേക്ക് ബാലഭാസ്കരനെ റോഡിൽ കിടത്തിയിരിക്കുകയാണ്. ഭാര്യ ഒരു ആംബുലൻസ്. അപ്പോഴാണ് ഞാൻ പുള്ളി ഇതുപോലെ കണ്ടിട്ടുണ്ട്, പ്രോഗ്രാമിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യം നോക്കി ഒന്ന്, വീണ്ടും എനിക്കൊരു സംശയം വന്ന് വീണ്ടും ഞാൻ ചെന്ന് നോക്കിയപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചത് എന്തെന്ന്, എൻ്റെ മകളൊക്കെ എന്തോ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാനും അറിയുന്ന മകളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് പുള്ളി വേറൊരു ആംബുലൻസ് വന്ന് പുള്ളി ആ ആംബുലൻസിൽ കയറ്റി ഭാര്യ കയറ്റി. അവസാനം ഡ്രൈവറെ എടുക്കാൻ വേണ്ടിയാണ് അത്രയും ബുദ്ധിമുട്ട്. ഒരു അരമണിക്കൂറോളം ഞങ്ങൾ ബുദ്ധിമുട്ട്. പുള്ളിയുടെ കാല് ഒടിഞ്ഞിട്ട് അകത്തോട്ട് കയറി, സീറ്റിൻ്റെ ഇടയിലോട്ട് കയറി. സ്റ്റിയറിംഗ് ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. പുള്ളി ഒരു ബർമൂഡയും ടീഷർട്ടാണ് കിട്ടും. പുള്ളി നമ്മൾ കാലെടുത്തെങ്കിൽ പുള്ളി സീറ്റിൽ നിന്ന് ഊരി എടുത്ത് അങ്ങോട്ട് വണ്ടിയിൽ കയറ്റാൻ പറ്റും. പുള്ളി അതിനെ സമ്മതിക്കുന്നില്ല. ഈ ഡ്രൈവർ എന്ന് പറയുന്ന പുള്ളി സമ്മതിക്കുന്നു. അല്ലെ ബാലഭാസ്കരനല്ല വണ്ടി ഓടിച്ചു. ഇതിൽ ഒരുപാട് അപകടങ്ങളുണ്ട് ഉണ്ടെന്ന് പറയാൻ. അത് ബസ് ഡ്രൈവർ പറയാൻ ബാലഭാസ്കർ അതൊന്നുമല്ല. സത്യം ദൈവത്തിനറിയാം. ആരൊക്കെ മൂടി വെച്ചാലും ദൈവത്തിനറിയാം. അത് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കിയെടുത്തോളും. ഇത് ഈ കാർ ആ മരത്തിൽ ഇടിക്കണമെങ്കിൽ തന്നെ അത് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ്, ഒരു പ്ലാന് തന്നെയാണ്. പുള്ളിയെ കൊല്ലാനുള്ള ഒരു ഇതാണെന്നാണ് എൻ്റെ 100%. പോലീസുകാർ വന്ന് ചോദിച്ചപ്പോഴും അപ്പോൾ പെട്ടികളെല്ലാം ഈ കാറിൽ നിന്നെല്ലാം പോലീസ് സ്റ്റേഷനിൽ ജീപ്പിൽ പറക്കി വെച്ച് കൊടുക്കുന്നത് വരെ ഞാനാണ്. ഒരു 6-7 പെട്ടി ഉണ്ടായിരുന്നു. അതെല്ലാം ഞാനും കൂടെ നിന്നാണ് പോലീസുകാരുമായിട്ട് പറക്കി അതിൽ വെച്ചു കൊടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷേ ഇത് സ്വാഭാവിക ആക്സിഡൻ്റ് അല്ല എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു ഉറങ്ങിയ ഇതാണെങ്കിലും അടുത്ത കടയുണ്ട്, അവിടെ നിന്ന് കയറിയേ വരുള്ളൂ. ആ കട ഇടിച്ച് തകർത്തേ കയറുള്ളൂ. പക്ഷേ ഇത് കറക്റ്റ് ആ മരത്തിലായിട്ടാണ് ഇടിച്ചിരിക്കുന്നത്. ആ മരത്തിലിടിക്കുകയാണ് ഇത്. എന്നുവെച്ചാൽ ഒരു ഡ്രൈവർ ഉറങ്ങിപ്പോയാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. പെട്ടെന്ന് നമുക്ക് എന്തായിരുന്നാലും നമുക്കറിയാം. ഡ്രൈവർ ഉറങ്ങിപ്പോയാൽ നമ്മൾ പിടിക്കുന്നിടത്ത് നിൽക്കില്ല. ഇത് കറക്റ്റ് ആ മരത്തിൽ തന്നെ ഇടിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഞാനിപ്പോഴും പറയാം, പുള്ളിയെ കണ്ടാലും എനിക്ക് നല്ലപോലെ അറിയാം, ഈ ഡ്രൈവറിനെ കണ്ടാലും അറിയാം. നമ്മുടെ ഡ്രൈവർ സീറ്റിൽ നിന്നാണ് എടുത്തത്. പക്ഷെ ബാലഭാസ്കർ ഞാൻ വരുമ്പോഴത്തേക്ക് റോഡിൽ തന്നെയാണ് കിടക്കുന്നത്. റോഡിൽ എടുത്ത് കിടത്തിയിരിക്കുകയാണ്. ബാലഭാസ്കറിൻ്റെ ഭാര്യ ആംബുലൻസിൽ കിടത്തിയിരിക്കുകയാണ്. പുള്ളി എന്നോട് ചോദിക്കുകയും ചെയ്തു മകളും ഭാര്യയെന്ന്. അപ്പോഴാണ് മകളുള്ള കാര്യം അറിയുന്നത്. മകളെ അവർ നേരത്തെ കൊണ്ടുപോയി ഭാര്യ എടുത്തിട്ട് ആംബുലൻസിൽ കിടത്തിയിരിക്കും. എൻ്റെ കാര്യം ശരിക്കും ഡ്രൈവറെ ചോദ്യം ചെയ്താൽ, പോലീസിൻ്റെ മുറയിൽ ചോദ്യം ചെയ്താൽ ശരിക്കും അദ്ദേഹം പറയും. അതാണ് എൻ്റെ സത്യാവസ്ഥ. ഡ്രൈവർ തന്നെ ചോദ്യം ചെയ്യണം. ഇതിൻ്റെ പിന്നിൽ ആളുണ്ടായിരുന്നു. പക്ഷേ ആ വെപ്രാളത്തിൻ്റെ ഇടയിൽ നമുക്ക് ആരെയൊക്കെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ഒരു ആക്സിഡൻ്റായ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെ കൂടെ വന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് അപ്പോഴൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും കണ്ടാൽ 1-2 പേരെയൊക്കെ അറിയാം. ഇത്തിരി നല്ലൊരു തടിച്ചിട്ട് ഒരാളൊക്കെ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഡ്രൈവറെ എടുക്കുന്ന സമയത്ത് ആരുമില്ല. ഞങ്ങൾ നാട്ടുകാർ തന്നെയാണ് അവിടെ. അതിന് ശേഷമാണ് പിന്നെ കുറച്ച് ആൾക്കാർ അവിടെ ചേരുന്നത്, എടുക്കുന്നത്, എല്ലാ കാര്യവും കാണാൻ സാധ്യതയുണ്ട്. കാരണം പെട്ടികൾ 6-7 എണ്ണം ഉണ്ട്. മംഗലാപുരം പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരുമായിട്ട് ഞാനും കൂടെയാണ് ആ പെട്ടി പറക്കി വെച്ച് കൊടുക്കുന്നത്. ലോക്കൽ പോലീസ്, CBI വന്നിരുന്നു, പിന്നെ ആറ്റിങ്ങൽ SP വന്നിരുന്നു. എല്ലാവർക്കും ഒരേ റിപ്പോർട്ട് തന്നെ. ഞാൻ കണ്ട കാര്യം, ഞാൻ ചെയ്ത കാര്യം തന്നെയാണ് മൊത്തം പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു. മംഗലാപുരം സ്റ്റേഷനിൽ റിപ്പോർട്ട് എഴുതിയപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു ഇതേപോലെ ഞാൻ വരുമ്പോഴത്തേക്ക് ബാലഭാസ്കർ റോഡിലാണ്, കാറിലാണ് എടുത്ത് കിടത്തിയിട്ടാണ്. ഭാര്യ ആംബുലൻസിലും കിടത്തിയിട്ടുണ്ട്. കുഞ്ഞിനെ ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞു കുഞ്ഞുണ്ടെന്ന്. അങ്ങനെ കുഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിച്ചെന്ന് പറഞ്ഞു. ആണെന്ന് പക്ഷേ നമുക്ക് സ്വാഭാവികമായിട്ട് അന്ന് എനിക്കത്ര ഇതാണെങ്കിൽ ഇല്ലെങ്കിലും പിന്നീടാണ് നമുക്കിത് മനസ്സിലാവുന്നത്. കാരണം ഇത് പ്ലാൻഡായിട്ടുള്ളൊരു മരണമാണ്, അല്ലാതെ അല്ല. അത് സ്വാഭാവികമായിട്ട് കൊല്ലാൻ ശ്രമിച്ചതാണെന്നാണ് എൻ്റെ സംശയം. അപായപ്പെടുത്തത് അതല്ല. ഒരു ഡ്രൈവർ ഉറങ്ങിപ്പോകുന്നെങ്കിൽ ഇത്രയും ഇത് കടന്നു വരേണ്ട ആവശ്യമില്ല. ആ വളവിൽ തന്നെ വണ്ടി മറിയും. പക്ഷെ ഇത് വണ്ടി മറിഞ്ഞിട്ടില്ല. കറക്റ്റ് ആ മരത്തിന്റെ സെന്ററിൽ ഇടിച്ചാണ് നിൽക്കുന്നത്. കേട്ടില്ല. ഇതിൽ പുള്ളി പറയുന്നത് പുള്ളി വന്നപ്പോ എന്താ കണ്ടത്? പുള്ളി വന്നപ്പോ ബാലഭാസ്കറെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ